ശ്രീ പൊടിപ്പാറയിലേക്കും അതിനുശേഷം ശ്രീ ലാലിലേക്കും വരികയാണ്. ശ്രീ പൊടിപ്പാറ, ഒരു പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനം കൂടി അതിനകത്ത് വിലയിരുത്തപ്പെട്ടു പോകേണ്ടതാണ്. ഒരു സർക്കാർ വിലയിരുത്തപ്പെടുന്നത് പോലെ തന്നെ പ്രതിപക്ഷവും പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു ഈ ജനജീവിതവുമായി ബന്ധപ്പെട്ട, വികസനവുമായി ബന്ധപ്പെട്ട പൊതു സർക്കാർ പ്രവർത്തനങ്ങളെ പ്രതിപക്ഷത്തിന് അത്രമേൽ കീറിമുറിക്കാനോ ബദലുകൾ നിർദ്ദേശിക്കാനോ അതിനെ വിമർശനപരമായി അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരുമായി ഒരു ഡിസ്പ്യൂട്ടിൽ ഏർപ്പെടാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതേസമയം വളരെ താൽക്കാലികമായ രാഷ്ട്രീയ വിവാദങ്ങളിൽ ആണ് പ്രതിപക്ഷവും ഏറെ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടാണ് സർക്കാരുമായി പലപ്പോഴും ഒരു ഡിസ്പ്യൂട്ടിൽ ഏർപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് ഞാനത് ഒരു നിരീക്ഷണം പറഞ്ഞു എന്ന് മാത്രം. പക്ഷേ ഈ 100 ദിന കർമ്മപരിപാടി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇതേ ദിവസമാണ് ബത്തേരിയിൽ KPCC നേതൃ ക്യാമ്പ് നടക്കുന്നത്. അവിടെ നിന്ന് വന്നൊരു വാർത്തയുണ്ട്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു വിശ്വാസത്തിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകരുത് എന്നാണ് അവിടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത്. കാരണം അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ നാടിന് ഗുണകരമാകുന്ന നിലയിൽ കേരളത്തിൻ്റെ ഒരു പൊതു അന്തരീക്ഷത്തിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു പോകുന്നതിൽ ഇടതുപക്ഷ സർക്കാർ, അതിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയൻ്റെ ശേഷിയിലുള്ള, അല്ലെങ്കിൽ ഈ സർക്കാരിൻ്റെ ആ സാധ്യതയിലുള്ള ഒരു രാഷ്ട്രീയ ആശങ്ക കോൺഗ്രസ് നേതാക്കൾക്കും ഉണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണോ? ശരത്തെ, അത് തീർച്ചയായിട്ടും കോൺഗ്രസ് വളരെ യാഥാർത്ഥ്യബോധത്തോടെ കാര്യങ്ങളെ കാണുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്താ സംഭവിച്ചത്? അന്ന് ഇതുപോലെ കേരളത്തിൽ ഇടതുമുന്നണി ഒറ്റ സീറ്റിൽ ഒതുങ്ങി. 19 സീറ്റിലും UDF-ന്, അന്ന് BJP-ക്ക് പോലും കിട്ടിയില്ല. 19 സീറ്റിലും UDF ആണ് ജയിച്ചത്. പക്ഷെ അതിനുശേഷം നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ തുടർന്ന് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സംഭവിച്ചത് എന്താ? 99 സീറ്റുകളിലേക്കാണ് നിയമസഭയിൽ ഇടതുപക്ഷം വിജയിച്ചത്. അതുപോലെ തന്നെ 3-ൽ 2 പഞ്ചായത്തുകൾ, അത് ഗ്രാമപഞ്ചായത്താണെങ്കിലും ബ്ലോക്ക് പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും കോർപ്പറേഷനുകളാണെങ്കിലും ഏതാണ്ട് 3-ൽ 2-ലധികം ഭാഗം ഇടതുമുന്നണിക്ക് കൈയടക്കാനായി. അപ്പോ ഇത് ഇപ്പൊ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന വോട്ടിംഗ് കണ്ട് അമിത ആത്മവിശ്വാസത്തിലേക്ക് പോയാൽ ഒരു തനിയാവർത്തനം ഒരുപക്ഷെ സംഭവിച്ചേക്കാം. മുൻ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിരുവിട്ട് ആത്മവിശ്വാസത്തിലേക്ക് പോകാൻ ഈ വിജയം അങ്ങനെ ഒരു തലക്കനത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. യാഥാർത്ഥ്യബോധത്തോടെ ഈ വിജയത്തെ ഉൾക്കൊള്ളണം എന്ന് കോൺഗ്രസ് പാർട്ടി പറയുന്നത് കുറച്ചുകൂടി രാഷ്ട്രീയമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വിശകലനം, അല്ലെങ്കിൽ കൃത്യമായ രാഷ്ട്രീയ വിശകലനം അവർ നടത്തുന്നു എന്നുള്ളതാണ്. അവർ കുറെ കൂടി യുക്തിപൂർവ്വം കാര്യങ്ങളെ അപഗ്രഥിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് UDF അത് ചെയ്യുന്നതിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാതെ ഇടതുപക്ഷം അതോടെ തകർന്നു എന്നൊക്കെ പറയുന്നത് വെറും വാചാടോപം മാത്രമാണ്. ഇടതുപക്ഷം തകരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ഇവിടെ കേരളത്തിലെ UDF-ഉം LDF-ഉം ശക്തമായി തന്നെ നിൽക്കണം. 2 മതേതര മുന്നണികളാണ് അത് രണ്ടും. അതിന് രണ്ടിനും ഈക്വൽ പ്രാധാന്യം കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിലുണ്ട്.